ഞായറാഴ്ച ദിവസം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടും അതൊക്കെ നല്ല രീതിയിൽ തുടച്ചിടുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിന് എന്തോ ഒരു സമാധാനക്കേടാ. എന്നാൽ ഇത് ചെയ്ത് കഴിഞ്ഞാലോ മനസ്സിന് ഭയങ്കര ഒരു സമാധാനവും ഒരു പോസിറ്റീവ് എനർജിയും വീട് ആകെ ഒരു ഐശ്വര്യം വന്ന് കയറിയ പോലെയൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത്. പിള്ളേർ ഉറങ്ങി എണീക്കുന്നതിന് മുൻപ് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്നും എനിക്കറിയാം. അതുകൊണ്ട് ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ചൂലെടുത്ത് നേരെ മുറ്റത്തേക്ക് ഇറങ്ങും. മുറ്റമൊക്കെ അടിച്ചു വാരി ക്ലീൻ ആക്കിയിടും. അകം ഉണങ്ങുന്ന വരെ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് പരതി നടക്കും. അതിനുശേഷം നേരെ കിച്ചണിലേക്ക്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ എനിക്ക് അവിടെ നിന്ന് കാവത്ത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വയലറ്റ് നിറത്തിലുള്ള തൊലിയൊക്കെ ആയിട്ടുള്ള കാവത്താണ്. അപ്പോൾ ഇതിൻ്റെ മൂക്കൊക്കെ എൻ്റെ അടുത്ത് കുഴിച്ചിടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുഴിച്ചിടാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം നിനക്ക് കാവത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കാവത്തൊക്കെ തൊലി കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം കൊള്ളിയൊക്കെ കൊത്തി നുറുക്കുന്ന പോലെ കൊത്തി നുറുക്കാണ്. കുക്കറിൽ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ കാവത്ത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഈ കാവത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ അരപ്പാണ്. മറ്റൊന്നുമല്ല, അത്ര വലിയ സ്പെഷ്യലൊന്നുമല്ല, എങ്കിലും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നതും ഈ ഒരു അരപ്പാണ്. ഇതിൽ നമ്മൾ നാളികേരവും ചുവന്നുള്ളിയും ജീരകവും പച്ചമുളകും ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് പരുവത്തിലാണ് കേട്ടോ. പണ്ട് നമ്മുടെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കൂർക്കയും അതുപോലെ തന്നെ ചേമ്പും കാവത്തും ചേനയും ഒക്കെ ഇട്ടിട്ട് അമ്മ ഇതുപോലെ നല്ല അടിപൊളി ഒരു പുഴുക്കുണ്ടാക്കി തരുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് കാവത്ത് മാത്രം വെച്ചിട്ടാണ് പുഴുക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. പുഴുക്ക് നമ്മളൊന്ന് കാച്ചി ഒഴിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാവത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് മീൻകറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കുടംപുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുള്ള മീൻകറിയാണ്. നുറുക്കുമീനാണ്, കുടുതമീനാണ് കേട്ടോ. അപ്പോൾ കാലത്ത് ഈ ഒരു മീൻകറി വെച്ചപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിലേക്കായി, ഉച്ചയ്ക്കുള്ള കറിയുമായി നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. ഉച്ചയ്ക്ക് മീൻ കൂട്ടാൻ കൂട്ടിയിട്ടുള്ള നല്ലൊരു ലഞ്ചും കഴിക്കാം കേട്ടോ.